How was the movie? Good. How was the food? Good. How was your exam? Good. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൻ്റെ കണക്ക് പ്രകാരം മോസ്റ്റ് യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ലിസ്റ്റിൽ 65-ാമത്തെ വാക്കാണ് ഗുഡ്. എൻ്റെ അഭിപ്രായത്തിൽ ഗുഡ് ഒരു ഓവർ യൂസ്ഡ് വാക്കാണ്. എന്തിനും ഏതിനും ഗുഡ് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിലുള്ളത് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റു പല വാക്കുകളും അവൈലബിൾ ആണ്. അങ്ങനത്തെ ചില വാക്കുകൾ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. അതേപോലെ ഏത് വാക്ക് ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കണമെന്നും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങളും ചിന്തിക്കുക, ഗുഡിന് പകരം ഉപയോഗിക്കാവുന്ന എന്തൊക്കെ വാക്കുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ എൻ്റെ പേര് നീതു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും ഉണ്ടാവുന്നതാണ്. ആദ്യം നമുക്കൊരു ജനറിക് ക്വസ്റ്റ്യൻ എടുക്കാം. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ്? നിങ്ങളുടെ ജനറൽ വെൽബീങ് ആണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗുഡ് എന്ന് പറയാതെ ഹൗ ആർ യു ഡൂയിങ്, ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്, നോട്ട് ബാഡ്, ഇങ്ങനത്തെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഹൗ വാസ് ദ മൂവി? ഇവിടെ വെറുതെ ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പഞ്ച് മുഴുവൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ വാസ് ദ മൂവി? മാർവലസ്, മസ്റ്റ് വാച്ച്, ബ്രില്യൻറ്റ്, ഫാസിനേറ്റിംഗ്, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതൊരു മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൂവിയാണെന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നത്. ഇനി ഒരു ത്രില്ലർ സ്വഭാവമുള്ള മൂവിയാണ്, വളരെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ റിവെറ്റിംഗ്. ഹൗ വാസ് ദ മൂവി? റിവെറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കസേരയെന്ന് എണ്ണിക്കാൻ പോലും പറ്റാത്ത പോലെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു മൂവി എന്ന് പറയാൻ നമുക്ക് റിവെറ്റിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കോമഡി മൂവിയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ഹൗ വാസ് ദ മൂവി? ഹിലാരിയസ് എന്ന് വെച്ചാൽ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു മൂവി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഹിലാരിയസ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ടൈപ്പ് ഒരു മൂവിയാണെങ്കിലോ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ വാസ് ദ മൂവി? ഡിസ്റ്റർബിങ് എന്ന് വെച്ചാൽ മൂവി നല്ലതാണ്, അതിങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മനസ്സിൽ നിന്ന് മായാത്ത പോലെയുള്ളൊരു ടൈപ്പ് മൂവിയാണ് എന്ന് പറയാനാണ് ഡിസ്റ്റർബിങ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതേസമയം ഒരു നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കുന്നൊരു മൂവിയാണെങ്കിലോ ഹൗ വാസ് ദ മൂവി? പവർഫുൾ. ഹൗ വാസ് ദ മൂവി? തോട്ട് പ്രൊവോക്കിംഗ്. ഇങ്ങനത്തെ വാക്കുകളും നമുക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഇസ് ദ ഫുഡ്? ഇവിടെയും ഗുഡ് എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊരു ഫുൾ ഒരു ഇഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹൗ ഇസ് ദ ഫുഡ്? എക്സെപ്ഷണൽ, മൗത്ത് വാട്ടറിങ്, ഫാന്റാസ്റ്റിക്, ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഡെലിഷ്യസ്. ഹൗ ഇസ് ദ ഫുഡ്? ഡെലിഷ്യസ്. ഇനി ഫുഡ് അത്ര കേമൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഹൗ ഇസ് ദ ഫുഡ്? ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെയാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. അടുത്ത ചോദ്യം, ഹൗ ഇസ് ദ വെദർ? ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാവുന്നത് വെരി പ്ലസൻറ്റ്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, പ്ലസൻറ്റ് വെദർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലസൻറ്റ് വെദർ ആയിരിക്കില്ല ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിൻ്റെ പ്ലസൻറ്റ് വെദർ. സാധാരണ ഈ വെസ്റ്റേൺ കൺട്രീസിൽ വളരെ സണ്ണി ആയിട്ടുള്ളൊരു വെദറിനെയാണ് അവർ പ്ലസൻറ്റ് വെദർ എന്ന് പറയുന്നത്. അതേസമയം മഴയാണ്, തണുപ്പാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതായിരിക്കും പ്രിഫറൻസ്. പക്ഷേ ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള ആൾക്കാർക്ക് അത് വളരെ ഗ്ലൂമി ആയിട്ടുള്ളൊരു വെദറാണ്. അപ്പോൾ ഹൗ ഇസ് ദ വെദർ? പ്ലസൻറ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ നൈസ് ആൻഡ് സണ്ണി, അതായത് വളരെ നല്ല സണ്ണി ആയിട്ടുള്ളൊരു വെദർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഉപയോഗിക്കാവുന്ന വേറൊരു വാക്കാണ് ലവ്ലി. ഹൗ ഇസ് ദ വെദർ? ലവ്ലി. ഇറ്റ്സ് ലവ്ലി ഔട്ട് ദെയർ. ഇനി ഒരു വളരെ കോമൺ ആയ ചോദ്യമാണ് ഹൗ ഇസ് യുവർ വർക്ക് അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ജോബ്? ആരെ നമ്മൾ കണ്ടാലും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ഇസ് യുവർ ജോബ്. ഇവിടെയും വെറുതെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി വിടാതെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഹൗ ഇസ് യുവർ വർക്ക്? എക്സൈറ്റിംഗ്, അമേസിങ്, ഇറ്റ്സ് ചാലഞ്ചിങ്, ഇറ്റ്സ് വെരി ഡിമാൻഡിങ്. ഡിമാൻഡിങ് എന്നാൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് ഒരു ജോലിയാണ് ഡിമാൻഡിങ് ജോബ് എന്ന് പറയുന്നത്. ഇനി വർക്ക് പ്ലേസിൽ വരുന്ന മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ഇസ് എ പ്രസൻറ്റേഷൻ? ഓ, ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്, ഇറ്റ്സ് ബ്രില്യൻറ്റ്. അതേപോലെ ഡിഡ് യു സീ ദ റിപ്പോർട്ട്? ഹൗ ഇസ് ഇറ്റ്? ഇറ്റ്സ് സൂപ്പർബ്. ഇങ്ങനത്തെ വേർഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളൊരു വെക്കേഷന് പോയി വരുമ്പോൾ നിങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ വാസ് യുവർ വെക്കേഷൻ? ഇവിടെയും വെറുതെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി വിടാതെ നമുക്ക് ആൻസർ ചെയ്യാം ഇറ്റ് വാസ് റിലാക്സിങ് അല്ലെങ്കിൽ ഇറ്റ് വാസ് റിഫ്രഷിങ്. അല്ലേ, നമ്മളൊരു വെക്കേഷന് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. അപ്പോൾ ഇറ്റ് വാസ് റിഫ്രഷിങ്. അതേപോലെ ഇതല്ലാതെ വേറെന്ത് വാക്കുകളൊക്കെ ഉപയോഗിക്കാം? ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ, ഇറ്റ് വാസ് ഓസം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കിൽ നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാം, ഇറ്റ് വാസ് പെർഫെക്റ്റ്. ഇനി വെക്കേഷനെ കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഹൗ വാസ് എ വ്യൂ അല്ലെങ്കിൽ ഹൗ വാസ് എ പ്ലേസ്?
ഇവിടെ നമ്മൾ എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ ഗുഡ് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ഇല്ല. ഹിമാലയാസ് വെർ മാഗ്നിഫിസെൻറ്റ്. അതേപോലെ ആൻസർ ചെയ്യാവുന്ന മറ്റു വാക്കുകളാണ് സ്പെക്ടാക്യുലർ, ഫിനോമിനൽ. ഹൗ ഇസ് ദ ബീച്ച്? ഓസം. ദ വ്യൂ ഇസ് റിമാർക്കബിൾ. ദ റിസോർട്ട് ഇസ് ഇൻക്രെഡിബിൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് നമുക്ക് നമ്മളുടെ റെസ്പോൺസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേസമയം വെറുതെ ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടുമോ? ഇല്ല. ഇനി നിങ്ങളൊരു വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് പോയി തിരിച്ചു വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ് ഹൗ വാസ് ദ വെഡിങ് അല്ലെങ്കിൽ ഹൗ വാസ് ദ ഇവൻറ്റ്. ഇവിടെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് വാസ് ലവ്ലി, ഇറ്റ് വാസ് മാർവലസ്, ഇറ്റ് വാസ് ഓസം, ഇറ്റ് വാസ് വെരി എലിഗൻറ്റ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് ഗുഡിന് പകരമായി ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് ഒരു വേറെ ലെവലിൽ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.